കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. PSC ഇംഗ്ലീഷ് സീരീസിൽ ഇന്ന് ടെൻസസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ടെൻസസ്. പലർക്കും വളരെ കൺഫ്യൂഷനായിട്ട് പറയുന്നൊരു ടോപ്പിക്കാണ് ടെൻസസ്. ബട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ടോപ്പിക്കുമാണ് ടെൻസസ്. നമുക്ക് ഈ ഒരുപാട് മാക്സിമം ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഈ ടെൻസസ് എന്ന ടോപ്പിക്ക് അതിൻ്റെ തിയറി ഭാഗം കംപ്ലീറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ടെൻസസ് നമുക്കറിയാം 3 തരം ടെൻസുകളാണ് വരുന്നത്. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പാസ്റ്റ് ടെൻസ് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളതും, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് വരാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് വർത്തമാനകാലം, പാസ്റ്റ് ഭൂതകാലം, ഫ്യൂച്ചർ ഭാവി കാലവും. ഈ ഓരോ ടെൻസിനെയും വീണ്ടും 4ആയിട്ട് തിരിക്കുന്നുണ്ട്. പ്രസൻറ്റ് ടെൻസിനെ സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പാസ്റ്റിനെ അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറിനെയും സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് 3നെയും 4ആയിട്ട് തിരിക്കുന്നുണ്ട്. ടോട്ടൽ 12 ടെൻസുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഓരോ ടെൻസിൻ്റെയും അതിൻ്റെ ഫോം, അതുപോലെ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഓരോ ടെൻസും ഉപയോഗിക്കുന്നത്, ഈ ഒരു കാര്യം മാത്രം ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഓരോ ടെൻസും അതിൻ്റെ ഫോം, അതുപോലെ തന്നെ അത് വരുന്ന സന്ദർഭങ്ങളും നോക്കിയിട്ട് പോവാം. ഫസ്റ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഫസ്റ്റ് വരുന്നതാണ് സിമ്പിൾ പ്രസൻറ്റ്. ഇതിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരാണോ കർത്താവ്, അതായത് ആരാണോ പ്രവൃത്തി ചെയ്യുന്ന ആൾ. ഒബ്ജക്റ്റ് എന്തിനെയാണോ ചെയ്യുന്നത്. V1 എന്ന് പറയുന്നത് എന്താണ്? വെർബ്, അതായത് പ്രവൃത്തി. ഇപ്പോൾ വാക്ക്, റണ്ണ്, റീഡ് ഇങ്ങനെയൊക്കെ വരുന്നതാണ് V1. അതായത് വെർബിൻ്റെ ഫസ്റ്റ് ഫോം എന്നാണ് V1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്, റോട്ട്, റിട്ടൺ, അതിൽ റൈറ്റ് ആണ് V1 ഫോം. ദെൻ സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഫോം വരുന്നത്. ഇനി സിമ്പിൾ പ്രസൻറ്റ് വരുന്ന കണ്ടീഷൻസ്, സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഹാബിച്വൽ ആക്ഷൻ എന്താണ്? നമ്മൾ സാധാരണ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ സാധാരണയായിട്ട് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാബിറ്റായിട്ടുള്ള ആക്ഷൻസിനെയാണ് ഹാബിച്വൽ ആക്ഷൻ. അതായത് എന്നും ഒരു സമയത്ത് എണീക്കുന്നു, എന്നും ഒരു സ്കൂളിൽ പോകുന്ന ആളാണെങ്കിൽ എന്നും ഒരു സ്കൂളിൽ പോകുന്നു, അതുപോലെ എന്നും രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഒരാളുടെ ലൈഫിൽ ഹാബിറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഹാബിച്വൽ ആക്ഷൻസിൽ സിമ്പിൾ പ്രസൻറ്റ് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ വരുന്നതാണ് യൂണിവേഴ്സൽ ഫാക്റ്റുകൾ. അതായത് പ്രപഞ്ച സത്യങ്ങൾ, യൂണിവേഴ്സലി ഫാക്റ്റുകളായിട്ടുള്ളത്. അതായത് സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്, സൺറൈസസ് ഇൻ ദി ഈസ്റ്റ്. ഇതെന്താണ്? യൂണിവേഴ്സൽ ഫാക്റ്റാണ്. അങ്ങനെ യൂണിവേഴ്സൽ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലും സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ജസ്റ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V1 ഫോമാണ്. അത് V1 ഫോമാണ് വരുന്നത്. ദെൻ കണ്ടീഷൻസ് ഹാബിച്വൽ ആക്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫാക്റ്റുകളാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നു. കീവേഡുകളായിട്ട് നമുക്ക് പറയാം യൂഷ്വലി, ഡെയിലി, സെൽഡം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഹാബിച്വൽ ആക്ഷനിൽ വരുന്നതാണ്. ഇതെല്ലാം കീവേഡായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഷീ റൈറ്റ്സ് ഡയറി എവരി മോർണിംഗ്. അപ്പോൾ എവരി മോർണിംഗ് എന്നും രാവിലെ അവൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? അവളുടെ ഹാബിച്വൽ ആക്ഷനാണ്. സോ സിമ്പിൾ പ്രസൻ്റ് ആണ് ഇവിടെ വന്നത്. റൈറ്റ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ പ്ലൂറൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ഷീ സിംഗുലർ ആയപ്പോൾ റൈറ്റ്സ് വന്നു. ഇനി ദേ ആണെങ്കിൽ എന്ത് വരും? റൈറ്റ് ആണ് വരിക. അപ്പോൾ റൈറ്റ്സ് ഇവിടെ സിംഗുലർ വെർബാണ് വന്നിട്ടുള്ളത്. ഷീ റൈറ്റ്സ് ഡയറി എവരി മോർണിംഗ്. ദെൻ ദേ പ്ലേ സോസർ ഓൺ വീക്കെൻഡ്സ്. അവർ സോസർ കളിക്കും എന്നാണ്? വീക്കെൻഡുകളിൽ. അപ്പോൾ ഇതും എന്താണ്? ഒരു ഹാബിച്വൽ. എല്ലാ വീക്കെൻഡുകളിലും അവർ സോസർ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? അവരുടെ ഒരു ഹാബിറ്റാണ്. എല്ലാ വീക്കെൻഡിലും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു വീക്കെൻഡിലാണോ? അല്ല, എല്ലാ വീക്കെൻഡിലും അവർ ചെയ്യുന്നു. ദേ പ്ലേ സോസർ ഓൺ വീക്കെൻഡ്സ്. വീക്കെൻഡുകളിൽ കളിക്കുന്നു. സോ ദേ പ്ലേ ആണ് V1 ഫോമാണ് വന്നിട്ടുള്ളത്. ദി സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. ഇതെന്താണ്? യൂണിവേഴ്സൽ ഫാക്റ്റ് ആണ്. സൂര്യൻ എപ്പോഴും എവിടെയാണ്? ഈസ്റ്റിൽ തന്നെയാണ്
ഇതാവുന്നത് അതൊരു ട്രൂത്ത് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സൺ റൈസസ് എന്ന് വന്നു. V1 ഫോം സൺ ഒരു സിംഗുലർ ആയതുകൊണ്ട് റൈസസ് എന്നാണ് വരുന്നത്. ദെൻ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇതും എന്താണ്? യൂണിവേഴ്സൽ ഫാക്റ്റ് ആണ്. വാട്ടർ എപ്പോഴും 100 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ബോയിൽസ്, വാട്ടർ എന്താണ്? സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് കൗണ്ടബിൾ ആണോ? അല്ല, അൺകൗണ്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് വാട്ടർ. സോ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വി ട്രാവൽ ടു ദി മൗണ്ടെയ്ൻസ് എവറി സമ്മർ. എല്ലാ സമ്മറിലും ഞങ്ങൾ മൗണ്ടെയ്ൻസിലേക്ക് ട്രാവൽ ചെയ്യും. സോ ഇതെന്താണ്? അവരുടെ ഒരു ഹാബിറ്റാണ് എല്ലാ സമ്മറിലും മൗണ്ടെയിനിലേക്ക് പോകുന്നത്. സോ വി ട്രാവൽ, വി പ്ലൂറൽ ആയതുകൊണ്ട് ട്രാവലും പ്ലൂറലായിട്ട് വന്നു. വി ട്രാവൽ ടു ദി മൗണ്ടെയ്ൻസ് എവറി സമ്മർ. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഓക്കെ ആയി എന്ന് കരുതുന്നു. സിമ്പിൾ പ്രസൻറ്റ് സബ്ജക്റ്റ് V1 ആണ് വരേണ്ടത്. ദെൻ ഹാബിച്വൽ ആക്ഷനും യൂണിവേഴ്സൽ ഫാക്റ്റിലുമാണ് ഇത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ പ്രസൻറ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പ്രസൻറ്റ് കഴിഞ്ഞാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം പറയാം. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ പ്ലസ് വി പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ആദ്യം സബ്ജക്റ്റ് വരുന്നു, അതിനുശേഷം ഈസോ അല്ലെങ്കിൽ ആറോ വരും. ദെൻ അത് കഴിഞ്ഞിട്ട് വെർബ് വന്നിട്ട് വെർബ് എങ്ങനെയായിരിക്കും? ING ഫോം ഓഫ് വെർബാണ് വരിക. ഈസോർ ആറ് കഴിഞ്ഞിട്ട് ING ഫോം, അതായത് റീഡിങ്, റൈറ്റിംഗ്, റണ്ണിങ്, ഇങ്ങനെ ING ഫോം ഓഫ് വെർബാണ് വരിക. അതിനുശേഷം ഒബ്ജക്റ്റ് വരും. ഇത് ഏതൊക്കെ കണ്ടീഷൻസിലാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് വരുന്നത്? അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് ഫോമും അതുപോലെ കണ്ടീഷൻസും എഴുതി വെക്കണം. കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ്, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കുമ്പോൾ ഈ ഒരു നോട്ട് വെച്ചിട്ട് നിങ്ങൾ ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്കിത് തറോ ആയിട്ട് വരും. പ്രസൻറ്റ് കണ്ടിന്യൂസ് വരുന്ന കണ്ടീഷൻസ്: ആക്ഷൻ ഹാപ്പനിങ് നൗ, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആക്ഷൻ ഹാപ്പനിങ് നൗ, അയാളൊരു കാര്യം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് വരിക. ദെൻ ടെമ്പററി ആക്ഷൻസ്, അതായത് താൽക്കാലികമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് വരും? പ്രസൻറ്റ് കണ്ടിന്യൂസ് വരും. ദെൻ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ, അതായത് തൊട്ടടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അതായത് ഭാവി എന്ന് പറയുന്നതല്ല, തൊട്ടടുത്ത്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്, ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണ്, അതായത് നമ്മൾ തൊട്ടടുത്ത ഭാവിയിൽ നാളെ ഞാൻ അങ്ങോട്ട് പോകും, ഡൽഹിയിലേക്ക് പോകുന്നു, അതായത് തൊട്ടടുത്ത് നമ്മൾ ചെയ്യുകയാണ്. ഒരു ഭാവി ആയിട്ടല്ല അവിടെ പറയുന്നത്. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ, അതായത് ഇപ്പോൾ തൊട്ടടുത്ത നിമിഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് വരും. ഞാൻ സെൻറ്റൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ദെൻ ട്രെൻഡുകൾ, അതായത് ഇപ്പോൾ വരുന്ന ട്രെൻഡുകൾ, ഇപ്പോൾ ക്ലൈമറ്റിൽ വരുന്ന, ഇപ്പോൾ ഭയങ്കര ചൂടാണ്, അതെന്താണ്? ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരു ട്രെൻഡാണ്. അപ്പോൾ ഇങ്ങനെ ട്രെൻഡുകളാണെങ്കിലും പ്രസൻറ്റ് കണ്ടിന്യൂസ് വരും. നമുക്ക് നോക്കാം. അപ്പോൾ ഫോം എങ്ങനെയായിരുന്നു? സബ്ജക്റ്റ് ഈസ് ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾസ് നോക്കുക. ഐ ആം റീഡിങ് എ ബുക്ക് റൈറ്റ് നൗ. ഐ ആം റീഡിങ് എ ബുക്ക് റൈറ്റ് നൗ. ഞാനിപ്പോൾ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? ഇപ്പോൾ ഒരാൾ പറയുമ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. നൗ എന്നെന്താണ്? കീവേഡാണ്. ഐ ആം റീഡിങ് എ ബുക്ക് റൈറ്റ് നൗ, ഞാനിപ്പോൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ ആം, അതായത് ഐൻ്റെ ഒപ്പം ഈസോ ആറല്ല ആം ആണ് വരുന്നത്. ദെൻ റീഡിങ്, വീൻ്റെ ഫോമിൽ റീഡിൻ്റെ ഒപ്പം എന്താണ്? ING വന്നു. ING ഫോം ഓഫ് റീഡാണ് വന്നത്. എ ബുക്ക് റൈറ്റ് നൗ, ബുക്ക് അറിയണത് ഒബ്ജക്റ്റ്. ഐ ആം റീഡിങ് എ ബുക്ക് റൈറ്റ് നൗ, അതിൻ്റെ കൂടെ ഈസോ ആറല്ല ആം ആണ് വരുന്നത്, അത് ശ്രദ്ധിച്ചിരിക്കണം. ഐ ആം റീഡിങ് എ ബുക്ക് റൈറ്റ് നൗ, ഇപ്പോൾ ആക്ഷൻ ഹാപ്പനിങ് നൗ. ദെൻ ദി ഡോഗ് ഈസ് ബാർക്കിംഗ് ലൗഡ്ലി. ദി ഡോഗ് ഈസ് ബാർക്കിംഗ് ലൗഡ്ലി, അതായത് ഡോഗ് ഇപ്പോൾ ഉച്ചത്തിൽ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ദി ഡോഗ് ഈസ് ബാർക്കിംഗ് ലൗഡ്ലി, അതായത് ഡോഗ്, ദെൻ ഈസ് വന്നു, ING ഫോം ഓഫ് ബാർക്ക് വന്നു. സോ ദി ഡോഗ് ഈസ് ബാർക്കിംഗ് ലൗഡ്ലി, ഇതിൻ്റെ മീനിങ് എന്താ വരിക? ഇപ്പോൾ ഈ ഡോഗ് ഉച്ചത്തിൽ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഷീ ഈസ് സ്റ്റേയിങ് വിത്ത് ഫ്രണ്ട്സ് ദിസ് വീക്ക്. ഷീ ഈസ് സ്റ്റേയിങ് വിത്ത് ഫ്രണ്ട്സ് ദിസ് വീക്ക്, ഈ വീക്കിൽ അവൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അവൾ ഇപ്പോൾ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ വീക്കിൽ നിൽക്കുകയാണ്, അതായത് ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആയിട്ടാണ് പറയുന്നത്. ഈ വീക്കിൽ അവൾ അവരുടെ കൂടെ നിൽക്കുകയാണ്. ഷീ ഈസ് സ്റ്റേയിങ്, ഈസ് എന്ന് വന്നു, അതിനുശേഷം ING ഫോം ഓഫ് സ്റ്റേ വന്നു. ഷീ ഈസ് സ്റ്റേയിങ് വിത്ത് ഫ്രണ്ട്സ് ദിസ് വീക്ക്. നമ്മൾ പറഞ്ഞു
ടെമ്പററി ആക്ഷൻസ് പറഞ്ഞു. ടെമ്പററി അതായത് ഇപ്പോൾ അവൾ എന്താണ് ഈ വീക്കിൽ അവൾ എന്താണ് അവരുടെ കൂടെ നിൽക്കുകയാണ്, അടുത്ത വീക്കിൽ അവൾ അല്ല, അവരുടെ കൂടെയല്ല. അപ്പോൾ എന്താണ് താൽക്കാലികമായിട്ട് ഈ വീക്കിൽ അവൾ എന്താണ് അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അപ്പോൾ ഒരു ടെമ്പററി ആക്ഷൻ, ഞാൻ ഈ വീക്കിൽ അവരുടെ കൂടെ നിൽക്കുകയാണ് എന്ന് പറയുന്നത് ടെമ്പററി ആക്ഷനാണ്. ഷീ ഈസ് സ്റ്റേയിങ് വിത്ത് ഫ്രണ്ട്സ് ദിസ് വീക്ക്. നെക്സ്റ്റ്, ഐ ആം ടേക്കിംഗ് ഇംഗ്ലീഷ് ക്ലാസ്സസ് ദിസ് ടേം. ഐ ആം ടേക്കിംഗ് ഇംഗ്ലീഷ് ക്ലാസ്സസ് ദിസ് ടേം. ഈ ടേമിൽ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ടേമിലാണോ? അല്ല. മുമ്പത്തെ ടേമിലാണോ? അല്ല. അപ്പോൾ ടെമ്പററി ആയിട്ട് ഈ ഒരു ടേമിൽ അവൾ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഐ ആം ടേക്കിംഗ് ഇംഗ്ലീഷ് ക്ലാസ്സസ് ദിസ് ടേം. ഐ ആണ്, അതിൻ്റെ കൂടെ ആം വന്നു, ING ഫോം ഓഫ് ടേക്കും വന്നു. നെക്സ്റ്റ്, വി ആർ മീറ്റിംഗ് ഫോർ ഡിന്നർ ടുനൈറ്റ്. ഇന്ന് രാത്രി ഡിന്നറിന് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറാണ്. ഇന്ന് രാത്രി, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതല്ല, നടക്കാൻ പോകുന്നതാണ്. പക്ഷെ അത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്യൂച്ചറിൽ നടക്കുന്നതാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമുള്ളതല്ല പറയുന്നത്. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ ഇന്ന് ഞങ്ങൾ കാണും, അതായത് ഇന്ന് ഞങ്ങൾ കാണും എന്ന് പറയുമ്പോൾ എന്താണ് വി വന്നു, അതിനുശേഷം ആറാണ് വന്നത്. വി പ്ലൂറൽ ആയതുകൊണ്ട് ആറ് വന്നു. സിംഗുലർ ആണെങ്കിൽ ഈസ് ആണ് വരുന്നത്. ദെൻ ING ഫോം ഓഫ് മീറ്റ് ഫോർ ഡിന്നർ ടു നൈറ്റ്. വി ആർ മീറ്റിംഗ് ഫോർ ഡിന്നർ ടു നൈറ്റ്. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറാണ്. ഐ ആം ഫ്ലൈയിങ് ടു ജർമ്മനി നെക്സ്റ്റ് മന്ത്. ഐ ആം ഫ്ലൈയിങ് ടു ജർമ്മനി നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ഞാൻ പോവുകയാണ്. ഇതെന്താണ്? ഇതും ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ വിടും. അപ്പോൾ അടുത്ത മാസം ഞാൻ പോവുകയാണ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറാണ്. ഐ ആം ഫ്ലൈയിങ് ടു ജർമ്മനി. ഐ വന്നു, അതിൻ്റെ കൂടെ ആം, ദെൻ ING ഫോം ഓഫ് ഫ്ലൈ ടു ജർമ്മനി നെക്സ്റ്റ് മന്ത്. യു ആർ ആൾവേസ് ഇൻ്ററപ്റ്റിംഗ് മീ. യു ആർ ആൾവേസ് ഇൻ്ററപ്റ്റിംഗ് മീ. നീ എപ്പോഴും എൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ എന്താണ് അതൊരു ട്രെൻഡ് എന്ന രീതിക്കാണ് വരുന്നത്. എപ്പോഴും അവൾ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു. യു ആർ ആൾവേസ് ഇൻ്ററപ്റ്റിംഗ് മീ. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ, അങ്ങനെയും പറയാം. ആക്ഷൻ ഹാപ്പനിങ് നൗ, അല്ലെങ്കിൽ ഒരു ട്രെൻഡായിട്ട് നീ എപ്പോഴും എൻ്റെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതെന്താണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്, എപ്പോഴും ഇടപെടുന്നത്. അപ്പോൾ യു ആർ ആൾവേസ് ഇൻ്ററപ്റ്റിംഗ് മീ എന്ന് പറയുന്നതും എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് വരുന്നത്. ദി ക്ലൈമറ്റ് ഈസ് ചേഞ്ചിങ് റാപ്പിഡ്ലി. അതെന്താണ് ക്ലൈമറ്റിൻ്റെ ട്രെൻഡാണ് വരുന്നത്. ദി ക്ലൈമറ്റ് ഈസ് ചേഞ്ചിങ് റാപ്പിഡ്ലി. ക്ലൈമറ്റ് ഈസ് വന്നു, ക്ലൈമറ്റ് സിംഗിൾ ആയിട്ടാണ് എടുക്കുന്നത്, സോ ഈസ്, ദെൻ ING ഫോം ഓഫ് ചേഞ്ച്. ദി ക്ലൈമറ്റ് ഈസ് ചേഞ്ചിങ് റാപ്പിഡ്ലി. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ പ്രസൻറ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. അതായത് സബ്ജക്റ്റ്, അതിനുശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് വരും. സിംഗുലർ ആണെങ്കിൽ ഹാസും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. അതിനുശേഷം ഹാസിന് ഹാവിന് ശേഷം എപ്പോഴും V3 ഫോമാണ് വരുന്നത്. അതായത് റൈറ്റ്, റോട്ട്, റിട്ടൺ എന്ന ഭാഗത്ത് വരുന്ന V3 ഫോമാണ് വരുന്നത്. ശേഷം ഒബ്ജക്റ്റ്. അപ്പോൾ ഇത് ഏതൊക്കെ കണ്ടീഷൻസിലാണ് വരുന്നത്? ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ. ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തു തീർത്ത ഒരു പ്രവൃത്തിയെ എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റിൽ എന്താണ് ശരിക്കും അത് പാസ്റ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തു തീർത്തു കഴിഞ്ഞു. പക്ഷെ ജസ്റ്റ് കംപ്ലീറ്റഡ്, നമ്മൾ ജസ്റ്റ് ആ ഒരു ആക്ഷൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ്. അതെന്താണ് അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, ടൈം പറയാതെ ഞാനിപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞു, എപ്പോഴാണെന്ന് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ടൈം സ്പെസിഫൈ ചെയ്തിരിക്കരുത്. ഓക്കെ. ദെൻ ലൈഫ് എക്സ്പീരിയൻസ്, നമ്മുടെ ലൈഫിൽ വന്നുള്ള എക്സ്പീരിയൻസുകൾ, അതിൻ്റെ കൂടെ തന്നെ അൺസ്പെസിഫൈഡ് ടൈം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈം, കാലം എന്നാണെന്നും ഈ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് സംഭവിച്ചു, എപ്പോഴാണ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് വരുന്നത്. അതായത് ഹാസിൻ്റെ കൂടെ V3 വന്നിട്ടാണ് വരുന്നത്. ദെൻ മൾട്ടിപ്പിൾ ആക്ഷൻ അറ്റ് ഡിഫറെൻറ്റ് ടൈം, ഒരേ സമയത്ത് 2 ആക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതും പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരും. അപ്പോൾ ഫോം നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ അൺസ്പെസിഫൈഡ് ടൈം ആയിരിക്കണം. അതുപോലെ തന്നെ ലൈഫ് എക്സ്പീരിയൻസും അതും അൺസ്പെസിഫൈഡ് ടൈം ആയിരിക്കണം. ദെൻ മൾട്ടിപ്പിൾ ആക്ഷൻ അറ്റ് ഡിഫറെൻറ്റ് ടൈം, അതായത് മൾട്ടിപ്പിൾ ആക്ഷൻ 2 സമയത്ത് നടന്ന ഒരു മൾട്ടിപ്പിൾ ആക്ഷനെ നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, വ്യത്യസ്ത സമയങ്ങളിലായിട്ട് നമ്മൾ ആ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് മൾട്ടിപ്പിൾ ആക്ഷൻ അറ്റ് ഡിഫറെൻറ്റ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഞാൻ ജസ്റ്റ് എൻ്റെ ഹോംവർക്ക് ചെയ്ത് തീർത്തു. ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. എപ്പോഴാണ് ചെയ്തതെന്ന് പറയുന്നില്ല, ടൈം സ്പെസിഫൈഡ് അല്ല, ആൻഡ് ഇപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റഡ് ആണ്, സോ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് വന്നത്. ഐക്ക് ശേഷം ഹാവ് ആണ് വരുന്നത്. ഐ സിംഗുലർ ആണെങ്കിലും ഐ യു എന്നതിന് കൂടെ എന്താണ് വരിക?
പ്ലൂരൽ ആണ് വരുന്നത്. സോ ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ്. ഹാവ് ഹേഴ്സിന് ശേഷം എപ്പോഴും V3 ആണ് വരിക. V3 ഫോം ഓഫ് ഫിനിഷ് ആണ് വന്നിട്ടുള്ളത്. ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ദെൻ he has already left for the airport. he has already left for the airport. അയാൾ ആൾറെഡി എന്താണ് എയർപോർട്ടിലേക്ക് പോയി. he has already left for the airport. അപ്പോൾ എന്താണ് എയർപോർട്ടിലേക്ക് പോയി. അപ്പോൾ ഇതെന്താ പറയുന്നത് പാസ്റ്റ് ആണ്. പക്ഷേ ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ടൈം സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് അയാൾ പോയിട്ടുള്ളൂ. സോ ഹീയുടെ കൂടെ സിംഗുലർ വന്നു. ഹാസ് ആൾറെഡി ലെഫ്റ്റ് ലീവ്, ലെഫ്റ്റ് ആണ് V3 ഫോം, ലെഫ്റ്റ് ഫോർ ദി എയർപോർട്ട്. ദെൻ ഐ ഹാവ് വിസിറ്റഡ് പാരീസ് ട്വൈസ്. ഐ ഹാവ് വിസിറ്റഡ് പാരീസ് ട്വൈസ്. ഞാൻ 2 തവണ പാരീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ അയാളുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡിഫറെൻറ്റ് ടൈമിൽ വരുന്ന അയാളുടെ മൾട്ടിപ്പിൾ ആക്ഷൻ. അയാൾ എന്താണ് 2 സമയത്ത് എന്താണ് പാരീസിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ടൈം സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ലൈഫ് എക്സ്പീരിയൻസ്, ടൈം സ്പെസിഫൈ ചെയ്യാത്തൊരു ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്കിതിനെ കൂട്ടാം. അല്ലെങ്കിൽ 2 തവണ ചെയ്തിട്ടുള്ള അയാളുടെ ഒരു ആക്ഷനെ ആയിട്ടും ഇതിനെ കൺസിഡർ ചെയ്യാം. രണ്ടാണെങ്കിലും പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് വരുന്നത്. ഐ ഹാവ് വിസിറ്റഡ് പാരീസ് ട്വൈസ്. ഷീ ഹാസ് നെവർ സീൻ സ്നോ ബിഫോർ. അപ്പോൾ ഇതും എന്താണ് അവളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ വരുന്നതാണ്. മുമ്പ് അവൾ എന്താണ് സ്നോ കണ്ടിട്ടില്ല. ഷീ ഹാസ് നെവർ സീൻ സ്നോ ബിഫോർ. ദെൻ ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം 6 times. ഞാൻ ആ ഫിലിം 6 തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു ആക്ഷനാണ് ഡിഫറെൻറ്റ് ടൈംസിൽ ചെയ്തിട്ടുള്ളതാണ്. സോ ഐ ഹാവ്, ഐ വന്നു, അതിനുശേഷം ഹാവ്, ദെൻ V3 ഫോം ഓഫ് സി. ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം 6 times. ദെൻ അവർ ടീം ഹാസ് വോൺ സെവറൽ അവാർഡ്സ് ദിസ് സീസൺ. ഈ ഒരു സീസണിൽ നമ്മുടെ ടീം ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് സെയിം ആക്ഷനാണ്, അവാർഡ് നേടി എന്നതാണ് ഒരുപാട് തവണ സംഭവിച്ചു. അപ്പോൾ എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് വരുന്നത്. അവർ ടീം ഹാസ് വോൺ, ഹാസ് വന്നു, ശേഷം V3 വന്നു. അവർ ടീം ഹാസ് വോൺ സെവറൽ അവാർഡ്സ് ദിസ് സീസൺ. നെക്സ്റ്റ് പ്രസൻറ്റിൽ വരുന്ന ലാസ്റ്റത്തേതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം സബ്ജക്റ്റീവ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ബീൻ എന്ന് വരും. സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസ് ഹാവ്, അതിനുശേഷം ബീൻ വന്നിട്ട് ശേഷം വെർബിൻ്റെ ING ഫോം ദെൻ ഒബ്ജക്റ്റ്. അപ്പോൾ ഇതെവിടെയാണ് വരുന്നത്? ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. അതായത് നമ്മുടെ പാസ്റ്റിൽ തുടങ്ങി വെച്ചിട്ടുള്ള കാര്യമാണ്. പാസ്റ്റിൽ ആണ് തുടങ്ങിയത്. മുൻപ് നമ്മൾ ഇപ്പോഴല്ല, ഒരുപാട് മുമ്പ് തുടങ്ങി, എന്നാൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയുന്നത്. മുൻപ് പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരും. ഇതിൻ്റെ കീവേഡാണ് സിൻസ് ഫോർ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിൻസ് ഫോർ വെച്ചിട്ട് തന്നെയാണ് മിക്ക സമയത്തും വരാറുള്ളത്. സിൻസ് ഫോർ എന്നൊക്കെ വന്നാൽ എപ്പോഴും എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. നോക്കാം. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. രാവിലെ തൊട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് വരുന്നു? ഇറ്റ് ഹാസ് വന്നു, ശേഷം ബീൻ വന്നു, ING ഫോം ഓഫ് റെയിൻ വന്നു. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. സിൻസ് ഒരു കീവേഡാണ്. മോർണിംഗ് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ദെൻ ഹൗ ലോങ് ഹി ഹാസ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. ഹൗ ലോങ് ഹി ഹാസ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. അതായത് അവൾ എത്ര കാലം മുതൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ മുമ്പ് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അതിൽ മനസ്സിലാവുന്നുണ്ട്. സോ ഹൗ ലോങ് ഹി ഹാസ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. ഇതൊരു ക്വസ്റ്റ്യൻ ഫോമിലാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വന്നത്. ഹൗ ലോങ് ഹി ഹാസ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. അവൾ എത്ര കാലമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ചോദിക്കുമ്പോൾ എന്താണ്? അവൾ മുമ്പ് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര കാലം എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഹൗ ലോങ് ഹി ഹാസ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2004. 2004 തൊട്ട് അവരിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേ ഹാവ് ബീൻ, ദേ വന്നു, ശേഷം ഹാവ് വന്നു, ബീൻ വന്നു, ലിവിൻ്റെ ING ഫോമും വന്നു. ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2004. ഒരു പോയിൻ്റ് ഓഫ് ടൈം വരുമ്പോഴാണ് സിൻസ് വരുന്നത്. അതായത് മോർണിംഗ് മുതൽ, ഫസ്റ്റത്തെ സെൻറ്റൻസ് നോക്കാം. മോർണിംഗ് മുതൽ തുടങ്ങി ഇപ്പോഴും തുടരുന്നു. സോ ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ്. സോ സിൻസ് വരുന്നു. 2004 മുതൽ അവർ ഇവിടെ
ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു പോയിന്റ് ഓഫ് ടൈമാണ് വരുന്നത്. സോ സിൻസ്. ദെൻ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കാം. വി ഹാവ് ബീൻ ഹാവിങ് ദി സെയിം കാർ ഫോർ 10 years. 10 വർഷമായിട്ട് ഞങ്ങൾക്ക് ഈ കാറുണ്ട്. അപ്പോൾ 10 വർഷം മുമ്പ് ആണ് ഇത് തുടങ്ങിയത്. ഇപ്പോഴും എന്താണ്, അവർക്ക് ആ കാറുണ്ട്. വി ഹാവ് ബീൻ ഹാവിങ്, വി വന്നു, ഹാവ് വന്നു, ശേഷം ബീന് വന്നു, ING ഫോം ഓഫ് ഹാവ് വന്നു, ദി സെയിം കാർ ഫോർ 10 years. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ടൈം വരുമ്പോഴാണ് ഫോർ വരിക. പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസ്, ഡ്യൂറേഷൻ 10 years, 5 years, 2 months, ഇങ്ങനെ ഡ്യൂറേഷൻ വരുമ്പോഴാണ് ഫോർ വരുന്നത്. വി ഹാവ് ബീൻ ഹാവിങ് ദി സെയിം കാർ ഫോർ 10 years. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസ് പഠിച്ചു. ആദ്യം സിമ്പിൾ പ്രസൻ്റ് ആണ് പറയുന്നത്. സിമ്പിൾ പ്രസൻറ്റിൻ്റെതും ചില ആക്ഷൻ യൂണിവേഴ്സൽ ഫാക്റ്റുകൾ വരുന്നുണ്ട്. ദെൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ ഈസോ ആർ പ്ലസ് ING ഫോം ഓഫ് വി ആണ്. ആക്ഷൻ ഹാപ്പനിങ് നൗ, ടെമ്പററി ആക്ഷനിൽ, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ, ട്രെൻഡ്സിലൊക്കെയാണ് വരുന്നത്. ദെൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ഹാവ് ഹാസ് വന്നിട്ട് ശേഷം V3 വരുന്നുണ്ട്. ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തൊരു ആക്ഷനിൽ ടൈം സ്പെസിഫൈ ചെയ്യാത്ത ലൈഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആക്ഷൻസിൻ്റെ കൂടെയൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് ടൈമിൽ ചെയ്തിട്ടുള്ള ഒരേ ആക്ഷൻസിനെ സൂചിപ്പിക്കുന്നതും പ്രസൻറ്റ് പെർഫെക്റ്റ് കൊണ്ടാണ്. ദെൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹാസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബാണ് വരുന്നത്. അതായത് മുൻപ് തുടങ്ങിയിട്ട് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വെച്ച് നമ്മൾ പറയുന്നു. ദെൻ പാസ്റ്റിലേക്ക് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, 4 എണ്ണമാണ് വരുന്നത്. സിമ്പിൾ പാസ്റ്റിൻ്റെ ഒരു ഫോം എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് പ്ലസ് V2 ഫോം, സെക്കൻഡ് ഫോം ഓഫ് വെർബാണ് വരുന്നത്. ദെൻ ഒബ്ജക്റ്റ്. കണ്ടീഷൻസ് നോക്കാം. പാസ്റ്റ് ഹാബിറ്റ്, അതായത് മുൻപ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ടൈം സ്പെസിഫൈ ചെയ്തിരിക്കണം. ടൈം സ്പെസിഫൈഡ് ചെയ്തിട്ടുള്ള പാസ്റ്റ് ഹാബിറ്റ്, അതുപോലെ പാസ്റ്റ് ആക്ഷൻസിലൊക്കെ സിമ്പിൾ പാസ്റ്റ്. പാസ്റ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അതായത് നമ്മുടെ മുൻപുള്ള ഹാബിറ്റുകൾ. ഞാൻ സ്കൂളിൽ എന്നും പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ എല്ലാം കഴിഞ്ഞു. പണ്ട് നമ്മൾ സ്കൂളിൽ എന്നും പോയിക്കൊണ്ടിരുന്നു. അതായത് നമ്മുടെ പാസ്റ്റ് കാലത്തെ ഹാബിറ്റായിരുന്നു അത്. അപ്പോൾ പാസ്റ്റ് ഹാബിറ്റുകൾ പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. ദെൻ അതുപോലെ ടൈം സ്പെസിഫൈ ചെയ്തിട്ടുള്ള പാസ്റ്റ് ആക്ഷൻസും സിമ്പിൾ പാസ്റ്റാണ് വരുന്നത്. ദെൻ നോട്ട് ഹാപ്പൻഡ് ആക്ഷൻ, ഒരു കാര്യം സംഭവിക്കാത്തൊരു കാര്യം പറയുന്നതും സിമ്പിൾ പാസ്റ്റിലായിരിക്കും. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ വാക്ക്ഡ് ടു ദി പാർക്ക് യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ പാർക്കിലേക്ക് നടന്നുപോയി. അപ്പോൾ യെസ്റ്റർഡേ ഇവിടെ എന്താണ്, ടൈം പറയുന്നുണ്ട്. എപ്പോൾ ചെയ്തു, പാസ്റ്റിൽ എപ്പോൾ ചെയ്തു എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഐ വാക്ക്ഡ് ടു ദി പാർക്ക് യെസ്റ്റർഡേ. നമ്മൾ പറഞ്ഞു പ്രസൻറ്റിൽ പാസ്റ്റ് ആക്ഷൻസ് വരുന്നുണ്ട്. എവിടെ വരുന്നുണ്ട്? സിമ്പിൾ പെർഫെക്റ്റിൽ വരുന്നുണ്ട്. എവിടെയാണ്? പ്രസൻറ്റ് പെർഫെക്റ്റിൽ പാസ്റ്റ് ആക്ഷൻസ് വരുന്നുണ്ട്. അവിടെ എന്താണ്? ടൈം സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ്, അതായത് ഹാവും മാസും അതിനുശേഷം V3 ആണ് വരുന്നത്. ടൈം സ്പെസിഫൈ ചെയ്തിട്ടുള്ള പാസ്റ്റ് ആണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് നൽകിയാൽ മതി. അപ്പോൾ പാസ്റ്റ് ആക്ഷൻ ടൈം സ്പെസിഫൈഡ്. ദെൻ നോട്ട് ഹാപ്പൻഡ് ആക്ഷൻ. ഐ വാക്ക്ഡ് ടു ദി പാർക്ക് യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ പോയി. ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഐ വാക്ക്ഡ്, V2 ഫോം ഓഫ് വാക്ക്. ദർ വേർ വെരി ടയേർഡ് ലാസ്റ്റ് വീക്ക്, അവർ കഴിഞ്ഞ ആഴ്ച വളരെ ടയേർഡായിരുന്നു. ഇവിടെ എന്താണ്? പാസ്റ്റ് ടൈം മെൻഷൻ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച. ദേ വേർ വെരി ടയേർഡ് ലാസ്റ്റ് വീക്ക്. ദെൻ I didn't leave the house today. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നില്ല. അതെന്താണ്? നോട്ട് ഹാപ്പൻ ആണ്. ഇപ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. I didn't leave the house today. Then they did not play cricket yesterday. ഇന്നലെ അവർ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. They did not play cricket yesterday. പാസ്റ്റ് ടൈം മെൻഷൻ ചെയ്യുന്നുണ്ട് യെസ്റ്റർഡേ. സോ they did not. ഡിഡ് പറയുന്നത് ഡൂയുടെ V2 ഫോം ആണ്. They did not play cricket yesterday. ദെൻ സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം എങ്ങനെയാണ് വരുന്നത്? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ING ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ വാസ് വേർ, പ്ലൂറൽ ആണെങ്കിൽ വേറും, സിംഗുലർ ആണെങ്കിൽ വാസും വരും. അതിനുശേഷം ING ഫോം ഓഫ് വി വരും. ദെൻ ഒബ്ജക്റ്റ്.
ഇതിൻ്റെ കണ്ടീഷൻസ് വരുന്നത് ഓൺഗോയിങ് ആക്ഷൻ അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ പാസ്റ്റ്. പാസ്റ്റിൽ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് പാസ്റ്റിൽ ഒരു സമയത്ത് നടന്നുകൊണ്ടിരുന്ന കാര്യത്തെ പാസ്റ്റ് കണ്ടിന്യൂസിലാണ് പറയുന്നത്. ദെൻ ഇൻ്ററപ്റ്റഡ് ആക്ഷൻസ്, രണ്ട് കാര്യങ്ങൾ ഇൻ്ററപ്റ്റ് ചെയ്താൽ അവിടെ എന്ത് വരുന്നു? പാസ്റ്റ് കണ്ടിന്യൂസ്. ദെൻ സൈമൾട്ടേനിയസ് ആക്ഷൻ, ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കും. അതായത് ഇൻ്ററപ്റ്റഡ് ആക്ഷനും സൈമൾട്ടേനിയസ് ആക്ഷനും ഏകദേശം ഒന്നായിട്ടാണ് വരുന്നത്. ഇൻ്ററപ്റ്റഡ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം വന്നു. സൈമൾട്ടേനിയസ് എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഇവിടെയും പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ വാസ് സ്റ്റഡിയിങ് ഫോർ മൈ എക്സാം ഓൾ നൈറ്റ്. ഐ വാസ് സ്റ്റഡിയിങ് ഫോർ മൈ എക്സാം ഓൾ നൈറ്റ്. ഇതെന്താണ്? എല്ലാ രാത്രിയും ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴല്ല, പാസ്റ്റിൽ അവൾ എന്നും രാത്രി എക്സാമിന് വേണ്ടി പഠിച്ചിരുന്നു. ഐ വാസ് ആണ്. ദെൻ സ്റ്റഡിയിങ്, ING ഫോം ഓഫ് സ്റ്റഡി. ഐ വാസ് സ്റ്റഡിയിങ് ഫോർ മൈ എക്സാം ഓൾ നൈറ്റ്. എല്ലാ രാത്രിയിലും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. അതായത് ഇപ്പോഴല്ല, പാസ്റ്റിൽ മുൻപ് ഞാൻ എന്നും രാത്രി പഠിച്ചിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ ദി ഫോൺ റാങ്. ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ ദി ഫോൺ റാങ്. അപ്പോൾ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെൻ ഫോൺ റാങ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഐ വാസ് റീഡിങ് എ ബുക്ക്. അപ്പോൾ അവൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ്? ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫോൺ റാങ് ചെയ്തിരുന്നത്. അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇങ്ങനെ വരുന്നു, പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുന്നു. ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ ദി ഫോൺ റാങ്. ഫോൺ റാങ് എന്ന് വരുന്നത് സിമ്പിൾ പാസ്റ്റിലുമാണ് വരുന്നത്. അപ്പോൾ ഇൻ്ററപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം സിമ്പിൾ പാസ്റ്റിൽ വരും. അപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ത് വരും? പാസ്റ്റ് കണ്ടിന്യൂസിലും വരുന്നു. ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ ദി ഫോൺ റാങ്. ദെൻ നെക്സ്റ്റ്, വെൻ ഐ വെൻറ്റ് ഷി വാസ് ഡാൻസിങ്. വെൻ ഐ വെൻറ്റ് ഷി വാസ് ഡാൻസിങ്. അവൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഞാൻ ചെന്നത്. അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യം ഏതാണ്? അവൾ ഡാൻസ് ചെയ്യുകയാണ്. അപ്പോൾ അതെന്ത് വരുന്നു? പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുന്നു. ഷി വാസ് ഡാൻസിങ്. അപ്പോൾ വെൻ ഐ വെൻറ്റ് ഷി വാസ് ഡാൻസിങ്. ഞാൻ അപ്പോൾ ആ ഇൻ്ററപ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള കാര്യം സിമ്പിൾ പാസ്റ്റിലും വരും. വെൻ ഐ വെൻറ്റ് ആണ് വരുന്നത്, സിമ്പിൾ പാസ്റ്റാണ് വരുന്നത്. അവിടെ തുടർന്നുകൊണ്ടിരുന്ന കാര്യം ഷി വാസ് ഡാൻസിങ്, പാസ്റ്റ് കണ്ടിന്യൂസിലും വരുന്നു. ദെൻ വെൻ ഐ വാസ് കുക്കിംഗ് മൈ ബ്രദർ വാസ് സെറ്റിംഗ് ദി ടേബിൾ. ഇതെന്താണ്? സൈമൾട്ടേനിയസ് ആക്ഷനാണ്. ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ എന്താണ്? ബ്രദർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ടേബിൾ സെറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രദർ എന്താണ്? ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം രണ്ട് കാര്യം ഒന്നിച്ച് സംഭവിക്കുകയാണ്. സോ രണ്ടും പാസ്റ്റ് കണ്ടിന്യൂസിലാണ് വരുന്നത്. ശ്രദ്ധിക്കണം, ഇൻ്ററപ്റ്റ് ആയിട്ട് വരുമ്പോൾ എന്താണ്? ഇൻ്ററപ്റ്റ് ചെയ്യുന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലാണ്, അതിൻ്റെ കൂടെ അവിടെ കണ്ടിന്യൂ ചെയ്ത കാര്യം പാസ്റ്റ് കണ്ടിന്യൂസിലുമാണ്. എന്നാൽ രണ്ടും ഒരേ സമയത്താണെങ്കിൽ രണ്ടും പാസ്റ്റ് കണ്ടിന്യൂസിലാണ് വരുന്നത്. വെൻ ഐ വാസ് കുക്കിംഗ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. വെൻ ഐ വാസ് കുക്കിംഗ് മൈ ബ്രദർ വാസ് സെറ്റിംഗ് ദി ടേബിൾ. രണ്ടും വാസ് പ്ലസ് എന്താണ്? ING ഫോം ഓഫ് വെർബാണ് വരുന്നത്. അപ്പോൾ എന്താണ്? രണ്ടും സൈമൾട്ടേനിയസ് ആണ്, രണ്ടും ഒരേ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. സോ രണ്ടും പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുന്നു. വെൻ ഷി വാസ് വർക്കിംഗ് ഹെർ ഹസ്ബൻഡ് വാസ് സ്ലീപ്പിംഗ്. അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഹസ്ബൻഡാണ് എന്താണ്? അവിടെ ഉറങ്ങുകയുമായിരുന്നു. അവ രണ്ടും ഒരു സമയത്ത് നടക്കുകയാണ്. അവൾ വർക്ക് ചെയ്യുകയും ഹസ്ബൻഡ് ഉറങ്ങുകയും ഒരു സമയത്താണ് നടന്നുകൊണ്ടിരുന്നത്. വെൻ ഷി വാസ് വർക്കിംഗ് ഹെർ ഹസ്ബൻഡ് വാസ് സ്ലീപ്പിംഗ്. അപ്പോൾ സൈമൾട്ടേനിയസ് ആക്ഷൻ ആയതുകൊണ്ട് തന്നെ പാസ്റ്റിൽ സൈമൾട്ടേനിയസ് ആണ്. സോ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് രണ്ടും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഫോം വരുന്നത്. സബ്ജക്റ്റിൻ്റെ കൂടെ ഹാഡ് വരും, അതിൻ്റെ കൂടെ V3 ഫോമാണ് വരുന്നത്, പ്ലസ് ഒബ്ജക്റ്റ്. ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് വരുന്ന കണ്ടീഷൻസ് എങ്ങനെയാണ്? ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ, ഒരു പാസ്റ്റ് ആക്ഷൻ നടക്കുന്നുണ്ട്, അതിനു മുമ്പ് നടന്ന ഒരു പാസ്റ്റ് ആക്ഷൻ അതിനു മുമ്പ് നടക്കുന്ന കാര്യമാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ദെൻ ആക്ഷൻ ബിഫോർ എ സ്പെസിഫിക് ടൈം, ഒരു സ്പെസിഫിക് ടൈമിന് മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ദി ട്രെയിൻ ഹാഡ് ആൾറെഡി ലെഫ്റ്റ് വെൻ ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ.
ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഭാഗമാണ് പാസ്റ്റ് പെർഫെക്റ്റും. ദി ട്രെയിൻ ഹാഡ് ആൾറെഡി ലെഫ്റ്റ് വെൻ ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ. അതായത് ഞാൻ സ്റ്റേഷനിലേക്ക് എത്തി, അതായത് ഞാൻ എത്തിയപ്പോഴേക്കും ട്രെയിൻ ലെഫ്റ്റ് ചെയ്തിരുന്നു, ട്രെയിൻ സ്റ്റേഷൻ കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ എന്താണ്, വെൻ ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ, ഞാൻ റീച്ച്ഡ് ദി സ്റ്റേഷനിലേക്ക് എത്തി, അതും എന്താണ്, പാസ്റ്റാണ്. ആ പാസ്റ്റിൻ്റെ മുമ്പാണ് എന്ത്, ട്രെയിൻ സ്റ്റേഷനിൽ പോയത്. അപ്പോൾ അയാൾ എത്തുന്നതേ പാസ്റ്റാണ്, അതിനു മുമ്പ് നടന്ന പാസ്റ്റാണ് ട്രെയിൻ പോകുന്നത്. അപ്പോൾ അതെന്താണ്, പാസ്റ്റ് പെർഫെക്റ്റിലാണ് വരിക. ദി ട്രെയിൻ ഹാഡ് വരും, ആൾറെഡി ലെഫ്റ്റ് V3 ഫോം ഓഫ് ലീവ് വന്നു, വെൻ ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ. ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിലാണ് വരുന്നത്. വെൻ ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ ദി ട്രെയിൻ ഹാഡ് ആൾറെഡി ലെഫ്റ്റ്. അപ്പോൾ അതിനു മുമ്പ് നടന്ന കാര്യമാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്. ദെൻ ഐ ഹാഡ് ആൾറെഡി സീൻ ദി മൂവി ബിഫോർ ജൂലി ഇൻവൈറ്റഡ് മീ ടു വാച്ച് ഇറ്റ്. ജൂലി എന്നെ ഈ സിനിമ കാണാൻ ക്ഷണിച്ചു, അതെന്താണ്, പാസ്റ്റാണ്. അതിനു മുമ്പേ ഞാനിത് കണ്ടിരുന്നു. സോ അതെന്താണ്, പാസ്റ്റ് പെർഫെക്റ്റിൽ വരും. ഐ ഹാഡ് ആൾറെഡി സീൻ ദി മൂവി, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, ഹാഡ് വന്നു ആൻഡ് V3 ഫോം ഓഫ് സി വന്നു. ഐ ഹാഡ് ആൾറെഡി സീൻ ദി മൂവി ബിഫോർ ജൂലി ഇൻവൈറ്റഡ് മീ ടു വാച്ച് ഇറ്റ്. ദെൻ ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹർ വർക്ക് ബൈ 8 PM. 8 മണിയായപ്പോഴേക്കും അവൾ അവളുടെ വർക്ക് ഫിനിഷ് ചെയ്തിരുന്നു. അപ്പോൾ പാസ്റ്റിൽ 8 മണിക്ക് ചെയ്തു എന്നല്ല, പാസ്റ്റിലെ ഒരു സ്പെസിഫിക് ടൈമിന് മുമ്പ് അവൾ ചെയ്തു. പാസ്റ്റിൽ ഒരു സ്പെസിഫിക് ടൈം അതിൻ്റെ മുമ്പ് ചെയ്ത കാര്യമാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്. ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹർ വർക്ക് ബൈ 8 PM. 8 PM ആയപ്പോഴേക്കും അവൾ വർക്ക് ചെയ്തിരുന്നു. സോ പാസ്റ്റ് പെർഫെക്റ്റ്. എന്താണ്, ഇന്നലെ അവൾ 8 PM ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 8 PM ചെയ്തത്. അതിനിപ്പോൾ പാസ്റ്റ് ഒരു സ്പെസിഫിക് ടൈമിന് മുമ്പല്ലെങ്കിൽ അതെന്താണ്, സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റിലാണ് വരിക. എന്നാൽ ഒരു സ്പെസിഫിക് ടൈമിൻ്റെ മുമ്പ് അവൾ ചെയ്തു എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലാണ് വരുന്നത്. നെക്സ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഫോം എങ്ങനെ വരുന്നത്, സബ്ജക്റ്റ് ആൻഡ് ഹാഡ് വരും, ഒരു ബീൻ വരും ആൻഡ് INGൻ്റെ വെർബ് വരും ആൻഡ് ഒബ്ജക്റ്റ്. ഇതെങ്ങനെയാണ്, ആക്ഷൻ സ്റ്റാർട്ട് ഇൻ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂയിങ് ഇൻ പാസ്റ്റ്. അതായത് പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം. അതായത് ഇപ്പോൾ ഇല്ല, പാസ്റ്റിൽ ഒരു കാര്യം തുടങ്ങി പാസ്റ്റിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റിൽ തുടർന്നു കൊണ്ടിരുന്ന കാര്യങ്ങളാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുന്നത്. ഇവിടെ താഴെ ശ്രദ്ധിക്കുക, ഡു നോട്ട് യൂസ് ദിസ് ടെൻസ് വിത്ത് സ്റ്റാറ്റീവ് വെർബ്സ്. അതായത് നോ, ലവ്, ബിലീവ്, ഇൻസ്റ്റഡ് യൂസ് പാസ്റ്റ് പെർഫെക്റ്റ്. ഇവിടെ നമ്മൾ എന്താണ്, ഞാൻ പാസ്റ്റിൽ അവളെ സ്നേഹിച്ചു കൊണ്ടിരുന്നു, ലവ് ചെയ്തിരുന്നു, ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ വിശ്വസിച്ചിരുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, ഈ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് കണ്ടീഷൻ വരുന്നത്. പക്ഷെ അത് ഉപയോഗിക്കരുത്. കാരണം സ്റ്റാറ്റിക് വെർബ്സിൽ നോ, ലവ്, ബിലീവ് ഇതെന്താണ്, ലവിങ് അങ്ങനെ ING ഫോം ആയിട്ട് വരില്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്. ഇതൊരു എക്സെപ്ഷനാണ്. നോ, ലവ്, ബിലീവ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് ബീൻ വരില്ല. പാസ്റ്റ് പെർഫെക്റ്റ്, അതായത് ഹാഡ് പ്ലസ് V3 ആണ് വേണ്ടത്. ഇനി സ്റ്റാറ്റിക് വെർബ്സ് അല്ലെങ്കിൽ എന്താണ്, ആക്ഷൻ സ്റ്റാർട്ടിങ് പാസ്റ്റിൽ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരണം. അതായത് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോമാണ് വരേണ്ടത്. നമുക്ക് നോക്കാം. ഹി ഹാഡ് ബീൻ വർക്കിംഗ് അറ്റ് ദി കമ്പനി ഫോർ 5 years ബൈ ദി ടൈം ഹി ഗോട്ട് ദി പ്രൊമോഷൻ. അതായത് ബൈ ദി ടൈം എന്നാണ് ഒരു കീവേഡായിട്ട് വരുന്നുണ്ട് ഇവിടെ. അവന് പ്രൊമോഷൻ കിട്ടുന്ന സമയത്ത് അയാൾ ആ കമ്പനിയിൽ 5 വർഷമായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ പ്രൊമോഷൻ കിട്ടിയതെന്നാണ്, ഒരു പാസ്റ്റ് ആക്ഷനാണ്. ആ പാസ്റ്റ് ആക്ഷൻ നടക്കുമ്പോൾ പ്രൊമോഷൻ കിട്ടുന്നത് വരെ 5 വർഷമായിട്ട് തുടർച്ചയായിട്ട് അയാൾ അവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ പാസ്റ്റിൽ 5 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. സോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഹി വന്നു, ശേഷം ഹാഡ്, ശേഷം ബീൻ പ്ലസ് ING ഫോം ഓഫ് വർക്ക്. ഹി ഹാഡ് ബീൻ വർക്കിംഗ് അറ്റ് ദി കമ്പനി ഫോർ 5 years ബൈ ദി ടൈം ഹി ഗോട്ട് ദി പ്രൊമോഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേ ഹാഡ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ an hour വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. അതായത് മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവരെന്താണ്, അവിടെ 1 മണിക്കൂറായിട്ട് ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴല്ല, പാസ്റ്റിൽ മഴ പെയ്യുന്നത് വരെ അവരവിടെ കളിക്കുകയായിരുന്നു. അപ്പോൾ പാസ്റ്റിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ദേ ഹാഡ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ an hour വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ.
നെക്സ്റ്റ്, മൈ ഹാൻഡ്സ് were dirty because I had been fixing the car. മൈ ഹാൻഡ്സ് were dirty. എൻ്റെ കൈ എന്താണ്, ഡേർട്ടി ആയിരിക്കുകയാണ്, കാരണം ഞാൻ ഇതുവരെ കാർ ഫിക്സ് ചെയ്യുകയായിരുന്നു. ഇതെന്താണ്, എൻ്റെ കൈ ഡേർട്ടി ആയിട്ടുണ്ട്, ഡേർട്ടി ആണ്, കാരണം ഞാൻ ഇതുവരെ കാറ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാസ്റ്റിലാണ് അയാൾ കാർ ഫിക്സ് ചെയ്തുകൊണ്ടിരുന്നത്, പാസ്റ്റിൽ തുടർന്നുള്ള പ്രവൃത്തിയായിരുന്നു. സോ മൈ ഹാൻഡ്സ് were dirty because I had been fixing the car. നെക്സ്റ്റ്, ഷി ഫെയിൽഡ് ദി ടെസ്റ്റ് ബിക്കോസ് ഷി ഹാഡ് നോട്ട് ബീൻ അറ്റൻഡിങ് ക്ലാസ്സസ്. അവൾ ടെസ്റ്റിൽ പരാജയപ്പെട്ടു, കാരണം എന്താണ്, അവൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല, അവൾ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല, പാസ്റ്റിൽ തുടർന്നുകൊണ്ടിരുന്ന പ്രവൃത്തിയായിരുന്നു അത്. ഷി ഫെയിൽഡ് ദി ടെസ്റ്റ് ബിക്കോസ് ഷി ഹാഡ് നോട്ട് ബീൻ അറ്റൻഡിങ് ദി ക്ലാസ്സസ്. നെക്സ്റ്റ്, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പറഞ്ഞു. അപ്പോൾ പാസ്റ്റിൽ എന്തൊക്കെയാണ് വന്നത്, സിമ്പിൾ പാസ്റ്റിൽ V2 ഫോം വരുന്നു, പാസ്റ്റ് ഹാബിറ്റ്, പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഹാബിറ്റ്, അതുപോലെ തന്നെ ടൈം സ്പെസിഫൈ ചെയ്തിട്ടുള്ള പാസ്റ്റ് ആക്ഷൻസുകൾ, നോട്ട് ഹാപ്പൻഡ് ആക്ഷനിലൊക്കെ സിമ്പിൾ പാസ്റ്റാണ് വരുന്നത്. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് ഓർ വേർ വരും, അതിനുശേഷം ING ഫോം ഓഫ് വെർബ് വരും. ഇത് ഓൺഗോയിങ് ആക്ഷൻ, ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ, പാസ്റ്റിൽ ഒരു സമയത്ത് നടന്നുകൊണ്ടിരുന്ന ആക്ഷൻ ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതുപോലെ ഇൻറ്ററപ്റ്റഡ്, ഒരു കാര്യത്തിൻ്റെ കൂടെ ഇൻറ്ററപ്റ്റ് അതിൻ്റെ കൂടെ വരുന്ന കാര്യമാണെങ്കിൽ ഇൻറ്ററപ്റ്റഡ്. ദെൻ സൈമൾട്ടേനിയസ്, ഒരേ സമയത്ത് ചെയ്യുന്ന പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന രണ്ട് കാര്യങ്ങളാണെങ്കിൽ രണ്ട് ആക്ഷൻസും പാസ്റ്റ് കണ്ടിന്യൂസിലാണ് വരുന്നത്. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നത്. ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ, ഒരു പാസ്റ്റ് ആക്ഷൻ്റെ മുമ്പ് നടന്നിട്ടുള്ള കാര്യം പറയാൻ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. ദെൻ ഒരു സ്പെസിഫിക് ടൈമിൻ്റെ മുമ്പ് നടന്നിട്ടുള്ള കാര്യവും പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ നമ്മൾ പാസ്റ്റിൽ തുടർന്ന് ചെയ്തുകൊണ്ടിരുന്ന, തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഹാഡ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ശേഷം വെർബിൻ്റെ ING ഫോം വരും. ദെൻ സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ അറിയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ്. വില്ല് പ്ലസ് V1 ഫോം ഓഫ് ദി വെർബാണ് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഫോം വരുന്നത്. ഇതെങ്ങനെയാണ്, ഫ്യൂച്ചർ ആക്ഷൻ ഇൻ ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ദെൻ പ്രഡിക്ഷൻസ്, നമ്മൾ ഊഹിച്ചെടുക്കുന്നത്, പ്രഡിക്ഷൻസ് എങ്ങനെയാണ് പറയുന്നത്, സിമ്പിൾ ഫ്യൂച്ചറിലാണ് വരുന്നത്. ദെൻ സ്പോണ്ടേനിയസ് ഡിസിഷൻ, പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെ പറയുന്നു, സിമ്പിൾ ഫ്യൂച്ചറിൽ പറയുന്നു. ദെൻ പ്രോമിസസ്, ഓഫർ, നമ്മൾ പ്രോമിസ് ചെയ്യുന്നത്, ഐ വിൽ മാരി യു, എന്താണ്, നമ്മൾ പ്രോമിസാണ് അല്ലെങ്കിൽ ഒരു ഓഫറാണ്, ഇങ്ങനെയൊക്കെ എന്താ പറയുന്നത്, സിമ്പിൾ ഫ്യൂച്ചറിലാണ് വരുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് നോക്കാം. ഐ വിൽ സ്റ്റഡി വെരി വെൽ ഫോർ ദി എക്സാം, വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പഠിക്കും. അപ്പോൾ എന്താണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഞാൻ പഠിക്കും. അതെന്താണ്, ഒരാളുടെ പ്രോമിസാണ്, അല്ലെങ്കിൽ എന്താണ്, ഫ്യൂച്ചറിൽ അയാൾ ചെയ്യുന്ന കാര്യമാണ്. ഐ വിൽ സ്റ്റഡി വെരി വെൽ ഫോർ ദി എക്സാം. വില്ല് വന്നു, ശേഷം V1 വന്നു. ദി വെദർ ഫോർകാസ്റ്റ് സേസ് ഇറ്റ് വിൽ സ്നോ ടുമോറോ, നാളെ എന്താണ്, മഞ്ഞുവീഴ്ചയുണ്ടാവും. ദി വെദർ ഫോർകാസ്റ്റ് സേസ് ഇറ്റ് വിൽ സ്നോ ടുമോറോ, നാളെ എന്താണ്, ഫ്യൂച്ചറാണ്. അപ്പോൾ നാളെ സ്നോ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചറിലാണ് പറയുന്നത്. ഐ ആം എ ബിറ്റ് ബോർഡ്, ഐ തിങ്ക് ഐ വിൽ വാച്ച് എ മൂവി. ഐ ആം ബിറ്റ് ബോർഡ്, ഞാൻ ബോറടിച്ചിരിക്കുകയാണ്, ഞാനൊരു മൂവി കാണണമെന്ന് വിചാരിക്കുന്നു. എന്താണ്, സ്പോണ്ടേനിയസ് ഡിസിഷൻ, ഞാൻ എന്താണ്, പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് മൂവി കാണുന്നത്. ഐ തിങ്ക് ഐ വിൽ വാച്ച് എ മൂവി. ദെൻ ഐ ലവ് യു ഫോർ എവർ, എന്താണ്, പ്രോമിസുകളാണ്. ഐ വിൽ ലവ് യു ഫോർ എവർ, പ്രോമിസ് സിമ്പിൾ ഫ്യൂച്ചറിലാണ് വരുന്നത്. ഐ വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്, ഞാൻ നിൻ്റെ ഹോംവർക്കിന് സഹായിക്കാം, ഓഫർ നൽകുകയാണ്. സോ ഐ വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്, സിമ്പിൾ ഫ്യൂച്ചറിലാണ് വരുന്നത്. ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ്, സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ബി പ്ലസ് ING ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അതായത് വില്ല് വരും, ശേഷം ബി വരും, അതിനുശേഷം വെർബിൻ്റെ ING ഫോമുമാണ് വരുന്നത്. ഏതൊക്കെ കണ്ടീഷൻസിലാണ് വരുന്നത്, ആക്ഷൻസ് ഇൻ പ്രോഗ്രസ് അറ്റ് എ ഫ്യൂച്ചർ ടൈം, അതായത് ഒരു ഫ്യൂച്ചർ ടൈമിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ, അതായത് ഫ്യൂച്ചർ ടൈമിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെയാണെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചറിൽ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരും. അതുപോലെ പാരലൽ ആക്ഷൻസ് ഇൻ ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, അതായത് ഫ്യൂച്ചറിൽ ഒരു കാര്യം നടക്കുകയാണ്, അതിന് സമാനമായിട്ട് ആ സമയത്ത് തന്നെ മറ്റൊരു കാര്യവും നടക്കുകയാണ്. ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്.
ദെൻ പൊളൈറ്റ് ഇൻക്വയറീസ്, പൊളൈറ്റ് വളരെ താഴ്മയോടെ നമ്മൾ എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുന്നതിന് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് വരുന്നത്. എക്സാമ്പിൾസ് നോക്കാം. അറ്റ് 10 ടുമോറോ ഐ വിൽ ബി വർക്കിംഗ്. നാളെ 10 മണിയാകുമ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നാളെ ഫ്യൂച്ചർ ടൈമാണ്, ഫ്യൂച്ചർ ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അറ്റ് 10 ടുമോറോ ഐ വിൽ ബി വർക്കിംഗ്. ദിസ് ടൈം നെക്സ്റ്റ് വീക്ക് വി വിൽ ബി സൺ ബാത്തിങ് ഇൻ ബാലി. ഈ സമയം, അടുത്ത വീക്ക് ഈ സമയം നമ്മൾ ബാലിയിൽ സൺ ബാത്തിങ്ങിലായിരിക്കും. സോ ഫ്യൂച്ചർ ടൈമിൽ കണ്ടിന്യൂസ് ചെയ്യുന്ന കാര്യമാണ്. ദിസ് ടൈം നെക്സ്റ്റ് വീക്ക് we will be sunbathing in Bali. Then while you are having dinner, I will be finishing my work. ഇതെന്താണ്, നീ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫ്യൂച്ചറിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. നീ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് ചെയ്യുകയായിരിക്കും. അപ്പോൾ എന്താണ്, രണ്ടും പാരലൽ ആയിട്ടുള്ള ആക്ഷനാണ്, ഫ്യൂച്ചറിലാണ് നടക്കുന്നത്. സോ രണ്ടും ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ വരും. വൈൽ യു ആർ ഹാവിങ് ഡിന്നർ ഐ വിൽ ബി ഫിനിഷിങ് മൈ വർക്ക്. നീ ആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന വർക്ക്, അതിന് കൂടെ വരുന്ന വർക്ക് നമ്മൾ എന്ത് പറയും, ഫ്യൂച്ചർ കണ്ടിന്യൂസിലാണ് പറയുന്നത്. ദെൻ വിൽ യു ബി നീഡിങ് എനി ഹെൽപ്പ് വിത്ത് ദാറ്റ്. നിനക്കതിൻ്റെ കൂടെ എന്തെങ്കിലും സഹായം വേണോ? പൊളൈറ്റ് ഇൻക്വയറി ആണ്. വിൽ യു ബി നീഡിങ് എനി ഹെൽപ്പ് വിത്ത് ദൻ, വില്ല് വന്നു, ശേഷം ബി വന്നു, ശേഷം ING ഫോം ഓഫ് നീഡ് വന്നു. വിൽ യു ബി നീഡിങ് എനി ഹെൽപ്പ് വിത്ത് ദാറ്റ്. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ എങ്ങനെ വരുന്നത്, ഫ്യൂച്ചർ ടൈമിൽ പ്രോഗ്രസ് ചെയ്യുന്ന ആക്ഷൻസ്, ദെൻ ഫ്യൂച്ചറിൽ ഒരു കാര്യത്തിൻ്റെ കൂടെ വരുന്ന ആക്ഷൻ ആണെങ്കിൽ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസിലായിരിക്കും. ദെൻ പൊളൈറ്റ് ഇൻക്വയറീസും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിരിക്കും. ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ്, സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. വില്ല് വരും, ഹാവ് വരും, ശേഷം അതിൻ്റെ കൂടെ V3 ഫോമും വരുന്നു. ആക്ഷൻ വിൽ കംപ്ലീറ്റ് ഇൻ ഫ്യൂച്ചർ ടൈം. ഫ്യൂച്ചർ ടൈമിൽ ചെയ്തു തീർത്തിട്ടുള്ളൊരു ആക്ഷൻ ആണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ ടൈമിൽ ചെയ്തു തീർത്തിട്ടുള്ള, തുടർച്ചയായിട്ട് ചെയ്യുകയല്ല, അവിടെ ചെയ്തു തീർത്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. ബൈ ടുമോറോ മോർണിംഗ് ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ദിസ് ബുക്ക്. ഹാവ് പ്ലസ് V3 ഫോമാണ് വരുന്നത്. നാളെ രാവിലെ ഈ സമയമാകുമ്പോൾ ഞാൻ ഈ പുസ്തകം തീർത്തിരിക്കും. അപ്പോൾ നാളെ ഫ്യൂച്ചർ ടൈമിൽ എന്താണ്, ചെയ്തു തീർക്കുന്ന കാര്യമാണ് പറയുന്നത്. ബൈ ടുമോറോ മോർണിംഗ് ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ദിസ് ബുക്ക്. ദെൻ ദി മൂവി വിൽ ഹാവ് സ്റ്റാർട്ടഡ് ബൈ ദി ടൈം വി അറൈവ്. അപ്പോൾ എപ്പോഴാണ് അത്, നാളെ നമ്മൾ അവിടെ എത്തുമ്പോൾ മൂവി സ്റ്റാർട്ട് ചെയ്തിരിക്കും. അപ്പോൾ നാളെ നമ്മൾ അവിടെ എത്തുമ്പോൾ മൂവി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്, നമ്മൾ അവിടെ എത്തുമ്പോൾ, അതായത് ഒരു ഫ്യൂച്ചർ കാണിക്കുകയാണ് ആ സെൻറ്റൻസോടെ. ദെൻ മൂവി സ്റ്റാർട്ടഡ്, മൂവി അപ്പോൾ തുടങ്ങിയിരിക്കും, അത് അവിടെ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ദി മൂവി വിൽ ഹാവ് സ്റ്റാർട്ടഡ് ബൈ ദി ടൈം വി അറൈവ്. ദെൻ ഇൻ ജൂൺ ഷീ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം യൂണിവേഴ്സിറ്റി. ജൂൺ ആവുമ്പോൾ അവൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആയിരിക്കും. ഇൻ ജൂൺ ഫ്യൂച്ചർ ആണ്. ഷീ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ്, അവൾ ഗ്രാജുവേറ്റഡ് ആയിരിക്കും. ദി ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ് ബിഫോർ യു റീച്ച് ദി സ്റ്റേഷൻ. നീ ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും ട്രെയിൻ പോയിരിക്കും, അതായത് ഫ്യൂച്ചറിൽ ചെയ്തിരിക്കും എന്നറിയുമ്പോഴാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ദി ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ് ബിഫോർ യു റീച്ച്ഡ് ദി സ്റ്റേഷൻ. ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ആക്ഷൻ സ്റ്റാർട്ട് ഇൻ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂയിങ് ഇൻ ഫ്യൂച്ചർ. പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ആക്ഷന് ഫ്യൂച്ചറിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബാണ് വരേണ്ടത്. ബൈ നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം, ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. എന്താണ്, അടുത്ത മാസം ആവുമ്പോഴേക്കും, അതായത് ഫ്യൂച്ചറാണ്. ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. 5 വർഷമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ 5 വർഷം എന്ന് പറയുമ്പോൾ എന്താണ്, പാസ്റ്റിലാണ് അവന് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഫ്യൂച്ചറിൽ സമയമാണ് പറയുന്നതും. സോ ഫ്യൂച്ചറിൽ, അതായത് ഇപ്പോൾ അവൾ നിർത്തിയിട്ടില്ല, ഫ്യൂച്ചറിലും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത മാസം ആവുമ്പോഴാണ് 5 വർഷമാവുന്നത്. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങി ഫ്യൂച്ചറിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ബൈ നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം ആവുമ്പോൾ, ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 5 years. ഫോർ സിൻസ് പറയുമ്പോൾ എപ്പോഴും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. അത് പാസ്റ്റിലാണോ
പ്രസൻറ്റിലാണോ ഫ്യൂച്ചറിലാണോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അറ്റ് 8 PM ഷി വിൽ ഹാവ് ബീൻ പ്രാക്ടീസിങ് ഫോർ 2 hours. 8 മണിയാവുമ്പോൾ അവൾ 2 മണിക്കൂറായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റ് 8 PM ഇപ്പോഴല്ല, 8 PM ആവുമ്പോഴാണ്. അപ്പോൾ ഫ്യൂച്ചറാണ്. പാസ്റ്റിൽ 2 മണിക്കൂർ മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയതാണ്. അറ്റ് 8 PM ഷി വിൽ ഹാവ് ബീൻ പ്രാക്ടീസിങ് ഫോർ 2 hours. ദെൻ ബൈ ദി ടൈം ഹി റിട്ടയേഴ്സ്, അയാൾ റിട്ടയർ ആവുന്ന സമയത്ത് ഹി വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 45 years. റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹം 45 വർഷത്തെ അയാളുടെ വർക്കിംഗ് എക്സ്പീരിയൻസ് അയാൾക്കുണ്ടായിരിക്കും. അപ്പോൾ വർക്ക് ചെയ്യുന്ന എത്ര വർഷം? 45 വർഷം മുമ്പ് തുടങ്ങിയാണ്, പാസ്റ്റിലാണ് തുടങ്ങിയത്. റിട്ടയർ ചെയ്യുന്ന സമയത്ത് ആ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ വരെ അയാൾ ഫ്യൂച്ചറിൽ റിട്ടയർ ആയിട്ടില്ല, റിട്ടയർ ആവുമ്പോഴാണ്. അപ്പോൾ ഫ്യൂച്ചറിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബൈ ദി ടൈം ഹി റിട്ടയേഴ്സ് ഹി വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 45 years. ദെൻ അറ്റ് മിഡ് നൈറ്റ്, രാത്രി, ദ വിൽ ഹാവ് ബീൻ ട്രാവലിംഗ് ഫോർ 24 hours. 24 മണിക്കൂറായിട്ട് അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിലും തുടങ്ങിയതാണ്, ഇപ്പോഴും ഫ്യൂച്ചറിലും അവർ യാത്ര ചെയ്യുകയാണ്. അറ്റ് മിഡ് നൈറ്റ്, രാത്രി വരെ എന്താണ് അവർ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഫ്യൂച്ചറിലും ചെയ്യുന്നുണ്ട്. ദ വിൽ ഹാവ് ബീൻ ട്രാവലിംഗ് ഫോർ 24 hours. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞു. ആക്ഷൻ വില്ലിൻ്റെ കൂടെ V1 ഫോമാണ് വരുന്നത്. ഫോമിൽ ഫ്യൂച്ചറിൽ നടക്കുന്നത് അല്ലെങ്കിൽ പ്രഡിക്ഷൻ, പ്രോമിസസ്, ഓഫേഴ്സ് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ സിമ്പിൾ ഫ്യൂച്ചറിലാണ് വരുന്നത്. ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവുമ്പോൾ വിൽ ബി വരും, വിൽ പ്ലസ് ബി വരും. ദെൻ ING ഫോമാണ് വരുന്നത്. നമ്മൾ ഫ്യൂച്ചർ ടൈമിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു കാര്യത്തിൻ്റെ കൂടെ വരുന്ന പാരലൽ ആക്ഷൻ ആണെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരും, പൊളൈറ്റ് ഇൻക്വയറീസിൽ വരും. ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് അറിയുമ്പോൾ ഫ്യൂച്ചർ ടൈമിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഫ്യൂച്ചർ പെർഫെക്റ്റിൽ വരുന്നത്. വിൽ ഹാവ് പ്ലസ് V3 ആണ് വരിക. ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പാസ്റ്റിൽ തുടങ്ങി ഫ്യൂച്ചറിലും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹാവ് ബീൻ, വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബാണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് തരാം. നിങ്ങൾ സ്വയം ഇത് ചെയ്ത് നോക്കണം. എത്രത്തോളം നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ഡാഷ് ടു ജിം എവറി സൺഡേസ്. ഗോ ആണ് വരുന്നത്. ഏത് രീതിക്കാണ് ഗോ വരുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തുക. ഹി ഡാഷ് ടു ജിം എവറി സൺഡേസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദി മൂൺ ഡാഷ് അറൗണ്ട് ദി എർത്ത്. റിവോൾവ് ആണ് വെർബ് നൽകേണ്ടത്. ദി മൂൺ ഡാഷ് അറൗണ്ട് ദി എർത്ത്. തേർഡ് ക്വസ്റ്റ്യൻ, ഹി ഈസ് ഡാഷ് റൈറ്റ് എ നോവൽ. he is dash a novel now. Fourth question, he is dash training this month. Fifth question, I am dash to my home tomorrow. Sixth question, nowadays people dash to abroad increased. Seventh question, she dash dash just dash her course. Complete ആണ് verb നൽകേണ്ടത്. Eighth question, Lada dash his grandfather. Ninth question, his bonds dash several times in this year. 10th question, I dash here since childhood. 11th question, she dash in this school for 2 years. 12th question, he dash the meeting yesterday. Then 13th question, 2 days before she dash in hospital. 4th question, I dash when he arrived. 15th question, while I dash the cake, my sister was decorating the wall. ഓക്കെ, അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് ആണ് തന്നുള്ളത്. ആൻസർ മാക്സിമം സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് തരാം. ഇനി നമുക്ക് ടെൻസ് എന്ന ടോപ്പിക്ക് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തീർത്തിട്ടുണ്ട്. അതിൻ്റെ ഫോമും അതുപോലെ തന്നെ വരാൻ ഉള്ള കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് ദെൻ ടെൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു നോട്ട് വെച്ചിട്ട് നമുക്ക് ആൻസേഴ്സ് കണ്ടെത്തുക. അങ്ങനെയാകുമ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, നോട്ട് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് തറവായിട്ടിരിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 2024-25 വർഷങ്ങളിൽ ടെൻസിൽ വന്നുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം മാക്സിമം ക്വസ്റ്റ്യൻസ് റിവിഷൻസ് ആയിട്ടും തരാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക.
തുടർന്ന് വരുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുകയും ചെയ്യുക. താങ്ക്